നമസ്കാരം. സംസ്ഥാനത്ത് ഇന്നും മഴയ്ക്ക് സാധ്യത. കേരളമാകെ ഓണത്തെ വരവേൽക്കുവാൻ ഒരുങ്ങുമ്പോഴും മിക്ക സ്ഥലങ്ങളിലും മഴ വെല്ലുവിളിയായി മാറുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴ ലഭിച്ചിരുന്നു. ഇന്നലെ സംസ്ഥാനത്ത് 3 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ഇന്ന് 4 ജില്ലകളിൽ യെല്ലോ അലർട്ട് നിലനിൽക്കുകയാണ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടുത്ത 3 മണിക്കൂറിൽ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയതോ ഇടത്തരം മഴയ്ക്കോ മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. മിക്ക സ്ഥലങ്ങളിലും മേഘാവൃതമായ അന്തരീക്ഷമാണ്. വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ഒഡീഷ തീരത്തിന് സമീപം ശക്തി കൂടിയ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുകയാണ്. ഇതാണ് കേരളത്തിൽ ഇപ്പോൾ മഴ ശക്തമാകുവാനുള്ള കാരണം. ന്യൂനമർദ്ദത്തെ തുടർന്ന് കേരളത്തിൽ വരും ദിവസങ്ങളിൽ നേരിയതോ ഇടത്തരം മഴയ്ക്കോ സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. അതേസമയം മഴ മുന്നറിയിപ്പും കള്ളക്കടൽ പ്രതിഭാസ മുന്നറിയിപ്പും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകുവാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. ഇടയ്ക്കിടെയുള്ള മഴ ഓണം ആഘോഷിക്കാൻ കാത്തിരിക്കുന്ന മലയാളികളെ സംബന്ധിച്ച് വലിയൊരു ആശങ്കയാണ്. വരും ദിവസങ്ങളിലും ഇതേ കാലാവസ്ഥ തുടരുവാനാണ് സാധ്യത. മഴ മുന്നറിയിപ്പുകൾ കണക്കിലെടുത്ത് നദിക്കരകൾ, അണക്കെട്ടുകളിലെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്നാണ് നിർദ്ദേശം. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം ഒഡീഷ തീരത്തിന് സമീപം കരകയറിയിട്ടുണ്ട്. എന്നാൽ ശക്തി കുറയാതെ തുടരുകയാണ്. നന്നായി അടയാളപ്പെടുത്തിയ താഴ്ന്ന മർദ്ദമായി ഒഡീഷ തീരത്ത് ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുകയാണ്. അടുത്ത 24 മണിക്കൂറിൽ ജാർഖണ്ഡ് ലക്ഷ്യമാക്കി ന്യൂനമർദ്ദം നീങ്ങും. മധ്യ ഇന്ത്യയിൽ ശക്തമായ മഴ സാധ്യതയാണ് തുടരുക. പടിഞ്ഞാറൻ തീരത്ത് ഗുജറാത്ത് മുതൽ കർണാടക തീരം വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. കൊങ്കൺ മേഖലയിലും മുംബൈയിലും മഴ ശക്തമാകും. കേരളത്തിൽ ഇന്നും ഒറ്റപ്പെട്ട ഇടത്തരം മഴയ്ക്കും ശക്തമായ മഴയുമായിരിക്കും ലഭിക്കുകയെന്നാണ് അറിയിക്കുന്നത്. ഇന്ന് മഴ സാധ്യത കൂടുതൽ വടക്കൻ ജില്ലകളാണ്. ഉത്രാടപ്പാച്ചിലിന് മഴ തടസ്സമാകില്ലെങ്കിലും ഇടയ്ക്കുള്ള മഴ അലോസരം സൃഷ്ടിക്കുകയാണ്. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും തെക്കൻ ജില്ലകളിൽ പൊതുവെ നല്ല കാലാവസ്ഥ ഇന്നും നാളെയും ഉണ്ടാകും. തിരുവോണവും നബിദിനവുമായ നാളെ കേരളത്തിൽ എല്ലായിടത്തും മഴ ഇന്നത്തേക്കാൾ കുറവായിരിക്കും. എന്നാൽ പൂർണ്ണമായി മഴയില്ല എന്നല്ല ഇതിനർത്ഥം. 1-2 മഴ ദീർഘമായ ഇടവേളകളോടുകൂടി നാളെയും വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഉണ്ടാകും. തെക്കൻ കേരളത്തിൽ പൊതുവെ നല്ല കാലാവസ്ഥയായിരിക്കും. വടക്കൻ കേരളത്തിൽ രാവിലെ ഒറ്റപ്പെട്ട മഴ സാധ്യതയാണ്. നബിദിന റാലികൾ മഴയുടെ ദീർഘമായ ഇടവേളകളിൽ നടത്താനാകും. തുടർച്ചയായ ശക്തമായ മഴയ്ക്ക് ഇപ്പോൾ സാധ്യതയില്ല. ശനിയാഴ്ച പരിപാടികൾ നടത്തുന്നവർക്ക് മഴ തടസ്സമാകുവാൻ സാധ്യതയില്ല. മധ്യ കേരളത്തിലും നാളെ ഒറ്റപ്പെട്ട മഴ മാത്രമാണ്. കരകയറിയ ന്യൂനമർദ്ദം ദുർബലമാകുന്നതുകൊണ്ടും ജാർഖണ്ഡ് ഭാഗത്തേക്ക് നീങ്ങുന്നതുകൊണ്ടുമാണ് കേരളത്തിൽ ഇത്തരമൊരു കാലാവസ്ഥ പ്രതീക്ഷിക്കുന്നത്. ഇനി പുതിയ ന്യൂനമർദ്ദത്തിന് വേണ്ടി കാത്തിരിക്കാം. അതേസമയം സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വടക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കാണ് സാധ്യത. കൂടാതെ ശക്തമായ കാറ്റിനും കടൽ പ്രക്ഷുബ്ധമാകുവാനും സാധ്യതയുള്ളതുകൊണ്ട് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായാണ് സംസ്ഥാനത്ത് മഴ തുടരുന്നത്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. കേരള തീരത്ത് മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. ഇതിനിടെ പഞ്ചാബിൽ തുടരുന്ന കനത്ത മഴയിൽ മരണസംഖ്യ 37 ഉയർന്നു. സത്ലജ്, ബിയാസ്, രവി നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. ഗുരുദാസ്പൂർ, കപൂർത്തല, അമൃത്സർ ജില്ലകളിലായാണ് ദുരിതം ഏറ്റവും രൂക്ഷമായി ബാധിച്ചത്. സ്ഥിതിഗതികൾ ഗുരുതരമായതിനാൽ പഞ്ചാബിലെ സ്കൂളുകൾക്ക് 7-ാം തീയതി വരെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. യമുന നദി കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് ഡൽഹിയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലാണ്. നിരവധി കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. പഞ്ചാബ് കൂടാതെ ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലും മഴക്കെടുതി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറിയതിനാൽ 2.5 ലക്ഷത്തോളം പേരെ പ്രളയം നേരിട്ട് ബാധിച്ചു. 1988 ശേഷമുള്ള ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ പഞ്ചാബ് കടന്നുപോകുന്നത്. ജമ്മുവിലും ഹിമാചൽ പ്രദേശിലും മണ്ണിടിച്ചിൽ മൂലം ഗതാഗതം തടസ്സപ്പെട്ടു. ഡൽഹിയിൽ നിന്ന് മഴ ശക്തമായി തുടരുകയാണ്. ചില പ്രദേശങ്ങളിൽ ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ പുറപ്പെടുവിച്ചു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളെ തുടർന്ന മഴയെ തുടർന്ന് തലസ്ഥാനത്ത് യമുന നദിയിലെ ജലനിരപ്പ് 207 മീറ്ററാണ് കവിഞ്ഞത്. 1963 ശേഷം ഇത് 5ാം തവണയാണ്. ഡൽഹിയിലെ ഏറ്റവും പഴക്കമേറിയതും തിരക്കേറിയതുമായ ശവസംസ്കാര സ്ഥലമായ നിഗംബോധ് ഘട്ടിലേക്ക് ബുധനാഴ്ച വെള്ളം കയറിയതോടെ പ്രവർത്തനം നിർത്തിവെച്ചു. ഡൽഹിയുടെ ചില ഭാഗങ്ങളിൽ നോയിഡ, ഗാസിയാബാദ് എന്നിവിടങ്ങളിൽ നേരിയ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്.
അതേസമയം ഗുരുഗ്രാമിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചത്. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് IMDയുടെ കാലാവസ്ഥാ പ്രവചനം. കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസും പരമാവധി താപനില 33 ഡിഗ്രി സെൽഷ്യസുമായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഹരിയാനയിലും ചണ്ഡീഗഡിലും ഒറ്റപ്പെട്ട കനത്ത മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ബുള്ളറ്റിൽ പ്രവചിക്കുന്നത്. അതേസമയം ഡൽഹി വിമാനത്താവളം വിമാന സർവീസുകൾ സംബന്ധിച്ച് ഇതുവരെ ഒരു അറിയിപ്പ് നൽകിയിട്ടില്ലെങ്കിലും സ്പൈസ് ജെറ്റ് എയർലൈൻ യാത്രക്കാർക്ക് ഒരു ഉപദേശം നൽകിയിട്ടുണ്ട്. ഡൽഹിയിലെ മോശം കാലാവസ്ഥ കാരണം എല്ലാ പുറപ്പെടലുകളും വരവുകളും അവയുടെ അനന്തരഫലമായി ഉണ്ടാകുന്ന വിമാനങ്ങളും ബാധിക്കപ്പെട്ടേക്കാം. യാത്രക്കാർ അവരുടെ വിമാനനില പരിശോധിക്കുവാൻ അഭ്യർത്ഥിക്കുന്നുവെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. ഇതിനിടെ തുടർച്ചയായി പെയ്ത മഴ രാജ്യതലസ്ഥാനത്തെ മുഴുവൻ വെള്ളത്തിലാക്കി. ഈ ഒരു വർഷത്തെ സീസണിലെ മഴ 1000 മില്ലിമീറ്ററിനപ്പുറത്തേക്ക് എത്തിച്ചു. ഓഗസ്റ്റ് വാർഷിക ശരാശരിയായ 774 മില്ലിമീറ്റർ മഴ ഇതിനകം മറികടന്നിരുന്നു. ബുധനാഴ്ച രാത്രി 11 മണിയോടെ യമുന നദി 207.44 മില്ലിമീറ്റർ ഉയരത്തിലാണ് ഒഴുകിയത്. ഒഴിപ്പിക്കൽ പരിധിക്ക് ഏകദേശം 1.5 മീറ്റർ മുകളിലായാണിത്. 1978 വെള്ളപ്പൊക്കത്തിൽ നദി എത്തിയ 207.45 മീറ്ററിൽ അല്പം താഴെയായിട്ടാണിത്. നോയിഡ, ഗാസിയാബാദ്, ഗുരുഗ്രാം തുടങ്ങിയ NCR പ്രദേശങ്ങളിലും കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി തുടർച്ചയായ മഴ പെയ്യുന്നുണ്ട്. പല പ്രദേശങ്ങളിലും വലിയ വെള്ളക്കെട്ട് പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. കനത്ത മഴയും IMDയുടെ കാലാവസ്ഥാ പ്രവചനവും കണക്കിലെടുത്ത് നേരത്തെ നോയിഡയിലും ഗാസിയാബാദിലും സ്കൂളുകൾക്ക് അവധി നൽകിയിരുന്നു. പഞ്ചാബിൽ 1988 ശേഷമുള്ള ഏറ്റവും വലിയ വെള്ളപ്പൊക്കത്തിനാണ് സംസ്ഥാനം സാക്ഷ്യം വഹിച്ചത്. ബുധനാഴ്ച മരണസംഖ്യ 37 ഉയർന്നത്. പഞ്ചാബിൽ ദുരിതാശ്വാസ രക്ഷാ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. അടിയന്തര ദുരിതാശ്വാസ പുനരധിവാസ നടപടികൾക്കായി സംസ്ഥാന സർക്കാർ 71 കോടി രൂപയാണ് അനുവദിച്ചത്. ഹിമാചൽ പ്രദേശിലും ജമ്മു കാശ്മീരിലും തുടർച്ചയായി പെയ്യുന്ന മഴയെ തുടർന്ന് സത്ലജ്, ബിയാസ്, രവി നദികൾ കരകവിഞ്ഞൊഴുകി. പട്ടണങ്ങളും ഗ്രാമങ്ങളും വെള്ളത്തിനടിയിലായി. ദൈനംദിന ജീവിതം തടസ്സപ്പെട്ടു. ചണ്ഡീഗഡ്, പട്യാല, രൂപ്നഗർ എന്നിവിടങ്ങളിലെ സ്കൂളുകൾക്ക് സെപ്റ്റംബർ 7 വരെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം എല്ലാ സർക്കാർ സ്വകാര്യ എയ്ഡഡ് കോളേജുകൾക്കും സെപ്റ്റംബർ 4-നും 6-നും ഇടയിലാണ് അവധി പ്രഖ്യാപിച്ചത്. ജമ്മു കാശ്മീർ സംസ്ഥാനം കനത്ത മഴയെ തുടർന്ന് മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും നേരിടുകയാണ്. ശ്രീനഗർ, ജമ്മു ദേശീയപാത ഉൾപ്പെടെ നിരവധി പ്രധാന റോഡുകൾ രണ്ടാം ദിനവും അടച്ചിട്ടിരുന്നു. വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങൾ വൃത്തിയാക്കുവാനും അവശ്യ സേവനങ്ങൾ സംരക്ഷിക്കുവാനും നിർണായകമായ മേഖലയിൽ നിന്ന് പൗരന്മാരെ സമയബന്ധിതമായി ഒഴിപ്പിക്കുവാനും മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഭരണകൂടത്തിന് നിർദ്ദേശം നൽകി. അക്നൂരിലെ വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങിയ 47 സാധാരണക്കാരെ രക്ഷിക്കുവാൻ അതിർത്തി സുരക്ഷാ സേന ഒരു ഹെലികോപ്റ്റർ ഇറക്കി. ചൈനാബ്, ചലം എന്നിവ ഉൾപ്പെടെ കേന്ദ്രഭരണ പ്രദേശത്തെ നിരവധി നദികൾ അപകടരേഖയ്ക്ക് അടുത്തോ അതിന് മുകളിലോ ആയാണ് ഒഴുകുന്നത്.